നീ ഇത്രല്ലേ കണ്ടുള്ളൂ, അങ്ങോട്ട് നോക്കിയേ. കഴിഞ്ഞ മണിക്കൂറുകളിൽ മലയാളക്കര ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ ഈ മുഖം ഒടുവിലെത്തി നിൽക്കുകയാണ്. സോ കൂടെയുള്ളത് ഐശ്വര്യ രാധലക്ഷ്മി. നമസ്കാരം. നിന്നെ അങ്ങനെ വേഗം മറക്കാൻ പറ്റുമോ? ഇടയ്ക്കൊക്കെ ഓർക്കും. പിന്നെ കരുതി ആരെങ്കിലും തല്ലിക്കൊന്ന് കടലിൽ തല്ലി കാണും, അല്ലെങ്കിൽ ജയിലിൽ സുഖമായിട്ട് കിടക്കാൻ. അതിൽ ഒരു ശരിയുണ്ടെന്ന് ചിന്തിച്ചിട്ടാണോ, അല്ലെങ്കിൽ അപ്പുറത്തേക്ക് ഇവിടെ കൂടെ കുറച്ചുകൂടിയും അത് വിവാദപരമാവും എന്നുള്ളൊരു ബോധ്യം കൃത്യമായിട്ടുണ്ടായിരിക്കും ഇല്ലേ? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാദമോ അലിഗേഷനോ ഒരു കോൺട്രവേഴ്സിയിലോ പബ്ലിസിറ്റിക്കാണ് താല്പര്യമെങ്കിൽ ഇതിനുള്ള സ്പേസ് ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. തറവാട്ടി പറഞ്ഞതിന്റെ യാതൊരു ലക്ഷവും കാണുന്നില്ല. അതിനവർ തറവാട്ടുകാരി ആയിട്ട് വേണ്ട. ഈ സ്ത്രീപക്ഷോ അല്ലെങ്കിൽ സ്ത്രീയുടെ ഏതെങ്കിലും ഏരിയ സംസാരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കൊല്ലുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അഡ്രസ് ചെയ്യാവുന്നത്. ായിരുന്നല്ലോ ഷിംജിത് വീഡിയോ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ഒരു രീതിക്ക് ആ ശിക്ഷ കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. ആ ശിക്ഷ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആൾ കുറ്റം ചെയ്തതിന് ഉറപ്പുള്ളതുകൊണ്ടായിരിക്കും. അങ്ങനെ ഉറപ്പുള്ള ആൾ പിന്നെ ഇതിനെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് എന്താ ഉറക്കം വരുന്നു. അത് ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊണ ആൻസറാ. ഐശ്വര്യ ലക്ഷ്മി എന്നൊരു വ്യക്തി കുറെ കൂടി ശരിപക്ഷത്താണോ അല്ലെങ്കിൽ സ്ത്രീ പക്ഷത്താണോ? ശരിപക്ഷത്താണ്, കംപ്ലീറ്റ് ആയിട്ട്. എന്തോ എങ്ങനെ നിന്റെ ഉദ്ദേശം എന്തോ ഞങ്ങൾക്കറിയാം. ശരിപക്ഷത്തായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഷിംജിയുടെ പക്ഷം ചേർന്ന് സംസാരിക്കാൻ തയ്യാറാവുന്നത്? എന്തുകൊണ്ടാണ്? ഷിംജിതയുടെ പക്ഷം ചേർന്നാണ് ഞാൻ സംസാരിക്കുന്നത്, ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഹി ഡിഡ് ഇറ്റ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അയാൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് ഒരു മാറ്റമില്ല. അയാൾ ചെയ്തിട്ടുണ്ട്. അയാൾ മരിച്ചു പോയത് കൊണ്ടാണ് എനിക്ക് അവരുടെ അമ്മേനെ അച്ഛനെ ഓർത്തിട്ടാണ് എനിക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റാത്തത് ഇതിനെ കുറിച്ച്. അനലൈസ് ചെയ്തിട്ട് എന്താണ് അതിന്റെ ശരി തെറ്റുകൾ എന്ന് ചിന്തിക്കുന്നേക്കാൾ മുമ്പ് തന്നെ വിധി എഴുതുകയാണ് അല്ലെ? നേരത്തെ അങ്ങനെ തന്നെയല്ലേ സംഭവിച്ചത്? കുറ്റം ആരോപിക്കുമ്പോ തന്നെ അവനെ നിന്നുള്ള തെറ്റുകാരനാക്കിയിട്ട് മാറ്റി ഇല്ലേ? ഇനി മേല ഇമാതിരി പോക്കൃതം കാണിക്കണം. ഈ കാണുന്ന തെളിവെന്ന രീതിയിലേക്ക് അവകാശം ഇപ്പൊ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ നോക്കി. അപ്പം ഈ വീഡിയോ തെറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരാളും ദീപകിനെ ന്യായീകരിക്കില്ലായിരുന്നു. ദീപക്കിന് ആളുകൾ ന്യായീകരിക്കുന്നത് മരണം കൊണ്ടല്ല, ദീപക്കിൽ വന്നിരുന്ന തെറ്റുകൾ സംഭവിച്ചിട്ടില്ല എന്നുകൊണ്ട്. അപ്പൊ കൊടുത്തിരിക്കുന്ന തെളിവിലെ പല വീഡിയോകളും ബസ്സിൽ നമ്മൾ പുറത്തു വരാറുണ്ട്. കണ്ടോ, ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം തന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിരിക്കുന്നുണ്ട്. എന്ത് തോന്നിയ കാണിക്കുന്നത്? ചിരിക്കുന്നു. പീഡനം എന്ന് പറയുന്നത് നമ്മൾ കിട്ടുന്ന ഫിസിക്കലി മാത്രമാണോ, അത് മാനസികമായിട്ട് കിട്ടുന്നതും പീഡനം തന്നെയല്ലേ? തീർച്ചയായിട്ടും. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഒരു മരണത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാനസികമായിട്ട് അത്രത്തോളം ആള് പീഡിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ? ഇല്ല. പിന്നെ എന്തായിരിക്കും കാരണം? അല്ല, ശരിയാണ് ശരിയാണ് സാർ, അദ്ദേഹത്തിന് അത് നിഷേധിക്കാനാവില്ല. അതല്ല, നാട്ടുകാർക്ക് ഇയാളെ കുറിച്ച് അറിയില്ല. ഒരു ഇൻട്രോവേർട്ട് ആണ്. ഇയാളെ കുറിച്ച് കൃത്യമായി പറയാൻ ആർക്കും ഇല്ല. പക്ഷെ അയാളൊരു ഒതുങ്ങിയ മനുഷ്യനാന്ന് പറഞ്ഞു. ഒതുങ്ങിയ എത്രയോ മനുഷ്യന്മാരെ പീഡിപ്പിച്ചിട്ടുണ്ട് ആൾക്കാരെ. അപകടം പറ്റിയെടുക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്, മനസ്സിലായോ? ഓ, ഇനി ഇത് ആവർത്തിക്കരുത്. എല്ലാ ഒരുമാതിരിപ്പെട്ട അബ്യൂസേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ട് നടക്കുന്ന ആൾക്കാരായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ലേറ്റ് ആയി പിടിക്കപ്പെട്ടിട്ടുണ്ട്. കഴകഴ പാതിലേഹ്യം ഇവിടെ ചൗപ്പട്ടിയിൽ ഫാർമസിയിൽ കിട്ടും. കൃമികടിക്കും ഉറക്കക്കുറവിനും വളരെ ഉത്തമം. നിനക്കൊരെണ്ണം വാങ്ങിച്ചു തരട്ടാ. ഇങ്ങനെയുള്ള ആൾക്കാർ ബാഗ് എടുക്കുന്നത് തന്നെ വെറുതെയാണ്. ആ ബാഗ് എടുത്ത് പിടിക്കുക എന്ന് പറയുന്നത് തന്നെ അവരുടെ കൈയുടെ നീ പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. മിന്നണ സാരി എടുത്തോണ്ട് മൂക്ക് കണ്ണാടി വെച്ച് ചന്തി കുലുക്കി നടന്നോണ്ടൊന്നും അന്തസ് കിട്ടില്ലടി. ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടണം. പരിചയപ്പെടുന്നു, ഹലോ ഹായ് പറയുന്നു, പോകുന്നു. എനിക്ക് അതിനപ്പുറത്തേക്ക് ശ്രീലക്ഷ്മി അറിയില്ല. ശ്രീലക്ഷ്മിയുടെ എല്ലാ റൈറ്റിംഗും എനിക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഭാഷ ഞാൻ ഉപയോഗിക്കില്ലായിരിക്കും. ഓ, നിന്നൊക്കെ സഹിക്കണം നിങ്ങളുടെ കെട്ടിയോമാരെ മുക്കാലി കെട്ടിച്ചടിക്കണം. ആ കുട്ടീനെ എത്ര പേരാണ് തന്തയില്ലാത്തതെന്നൊക്കെ വിളിക്കുന്നത്? അതറിയാൻ വഴി ഒന്നേ ഉള്ളൂ. അതാണ് ഒരു പഴയ കാര്യം, ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക്. എൻ്റെ ഫാദർ കുറെ ഇങ്ങനെ വൾണറബിൾ ആയിട്ടുള്ള പെൺപിള്ളേരെ കണ്ടുപിടിക്കുകയും അവരെ പോയി വീട്ടിൽ പോയി ഇങ്ങനെ ഫേക്ക് ആയിട്ട് പേരുകളൊക്കെ പറഞ്ഞ് കല്യാണം കഴിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത ഒരാളാണ്. അത് അങ്ങനെ ഒരു മാരേജിലുണ്ടായ ഒരാളാണ് ഞാൻ. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരെ ചുവയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചല്ലെന്ന്. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.